വിശുദ്ധ ഖുർആൻ വിവരണം അധ്യായം 23 79 മുതൽ 83 വരെയുള്ള സൂക്തങ്ങളാണ്. നിങ്ങളെ ഭൂമിയിൽ മുഴുവനും പരത്തിയത് അവനാണ്, അതായത് ദൈവമാണ്. അവനിലേക്കാണ് നിങ്ങളുടെയൊക്കെ മടക്കം. അവനാണ് നിങ്ങളെ ജീവിപ്പിക്കുകയും മരിപ്പിക്കുകയും ചെയ്യുന്നവൻ. രാപ്പകലുകളുടെ മാറ്റത്തിൻ്റെ പിന്നിലും അവൻ തന്നെയാണ്. നിങ്ങൾ ചിന്തിക്കുന്നില്ലേ? പക്ഷേ ജനങ്ങൾ അവരുടെ പൂർവികർ പറഞ്ഞത് തന്നെ ആവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു. അവർ ചോദിക്കുകയാണ്, ഞങ്ങൾ മരിച്ച് മണ്ണടിഞ്ഞ് കേവലം അസ്ഥികൾ മാത്രമായി കഴിഞ്ഞാൽ വീണ്ടും ഞങ്ങളെ പുനരുജ്ജീവിപ്പിക്കുമെന്നോ? ഈ വാദഗതി പണ്ടേ കേട്ടിട്ടുള്ളതാണ്, ഞങ്ങളുടെ പൂർവികരും പറഞ്ഞു കേട്ടിട്ടുള്ളതാണ്. ഇതൊക്കെ കേവലം ഇതിഹാസങ്ങൾ മാത്രമാണ്. മനുഷ്യരെ സൃഷ്ടിച്ച് ഭൂമി മുഴുവൻ പരത്തിയത് വെറുതെ അവരെ മരിപ്പിച്ച് കളയാൻ വേണ്ടി മാത്രമാണെന്ന് ആരും ധരിക്കരുത്. ഒരു കർഷകൻ വിത്ത് വിതക്കുന്നത് അതിൻ്റെ വിളവെടുക്കുവാൻ വേണ്ടിയാണ്, വെറുതെ കളയാൻ വേണ്ടിയല്ലല്ലോ. ഇതേപോലെ തന്നെയാണ് പുനരുദ്ധാന നാളിൽ മനുഷ്യരെ മുഴുവനും ഒരുമിച്ച് കൂട്ടി അവരുടെ ഈ ഐഹിക ജീവിതത്തിൽ നടത്തിയ ആ ജീവിതത്തിൻ്റെ കണക്ക് അവിടെ ഹാജരാക്കേണ്ടി വരും. അത് വിചാരണ ചെയ്യപ്പെടും. അതിനുവേണ്ടിയാണ് പുനരുദ്ധാന നാളിൽ മനുഷ്യരെല്ലാവരെയും ഒരുമിച്ച് കൂട്ടുന്നത്. മനുഷ്യൻ രാത്രി ഉറങ്ങുകയും പിറ്റേന്ന് എഴുന്നേൽക്കുകയും ചെയ്യുന്നത് പതിവാണല്ലോ. അപ്പോൾ ഇതേപോലെ തന്നെയാണ് മനുഷ്യൻ്റെ മരണം. മനുഷ്യൻ മരിക്കുന്നു, വീണ്ടും അവൻ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുകയും ചെയ്യുന്നു. മരണാനന്തര ജീവിതത്തിൽ വിശ്വസിക്കാത്തവർക്ക് മുമ്പാകെ എത്രയെത്ര തെളിവുകൾ നിരത്തിയാലും അവരത് അംഗീകരിക്കുകയില്ല. ഇതൊക്കെ വെറും കെട്ടുകഥകളായിട്ട് അല്ലെങ്കിൽ പൂർവികരുടെ ഇതിഹാസങ്ങളായിട്ടാണ് അവർ വ്യാഖ്യാനിക്കുക.